ഒന്നാമതിപ്പോൾ പറഞ്ഞിടത്ത് വെച്ച് നമുക്ക് തുടങ്ങാം. നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരം LDFും BJPയും തമ്മിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFും LDFും തമ്മിൽ, ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ NDAയും UDFും തമ്മിൽ. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഇതിനൊന്നും ഒരു മാറ്റവും ഒരു ഘട്ടത്തിലും വരുന്നില്ല. ഇനി ഇപ്പോൾ UDF അവിടെ ജയിച്ചു, അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ LDF ജയിക്കുകയോ അല്ലെങ്കിൽ LDFും NDAയും തമ്മിലാണ് അവിടെ പോരാട്ടം നടക്കുന്നത്. അവിടെ UDF ദുർബലമായ 3ാം സ്ഥാനത്തേക്ക് പോകും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ LDFും UDFും തമ്മിലാവും ഫൈറ്റ്. അവിടെ അന്നേരം BJP ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻറ്റ് തേർഡായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ വളരെ ഇപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോയിന്റിൽ തുടങ്ങാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി കാണേണ്ടത്, അല്ലെങ്കിൽ ഇടതുപക്ഷം ആണ് ആദ്യം ആശങ്കപ്പെടേണ്ടത് എന്നുള്ള അതിനോട് പറയാം. നോക്കൂ, ഇടതുപക്ഷത്തിന് വോട്ട് കുറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ വോട്ടുകൾ ഡ്രോപ്പ് ആവുന്നതുകൊണ്ടല്ല. ഇപ്പോൾ CPIക്ക് ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. CPIയെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ മണ്ഡലത്തെ കൊണ്ടു നടക്കാനുള്ള സംഘടനാപരവും സാമ്പത്തികവുമായിട്ടുള്ള ശേഷിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് BJPയെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? വളരെ എന്താ പറയുക, കാൻസറസായി വളർച്ചയുള്ള, ഒരുപക്ഷെ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായ പാർട്ടി. അങ്ങനെ ഒരു പാർട്ടി ഒരാളെ എയർലിഫ്റ്റ് ചെയ്ത് ഇറക്കുമ്പോൾ, രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാളെ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമ്പോൾ ഒരൊറ്റ മാർഗത്തിലൂടെ ആ സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതെന്താണ്? സാമ്പത്തികമായ സ്വാധീനത്തിലൂടെ. അവിടെ വലിയ പൊലിമ സൃഷ്ടിക്കേണ്ടി വരും. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ പൊലിമ സൃഷ്ടിക്കുന്നു. അതിനോട് UDF, കോൺഗ്രസ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ദരിദ്രനായ സ്ഥാനാർത്ഥിയാണ് എന്ന് പന്ന്യം രവീന്ദ്രൻ പറയുന്നതോ അല്ലെങ്കിൽ ഞങ്ങളുടേത് ഒരു ദരിദ്രമായ പാർട്ടിയാണെന്ന് CPI പറയുന്നതോ ഒന്നും കിഴപിടിച്ച് നിൽക്കില്ല. ഉദാഹരണത്തിന് PK വാസുദേവൻ നായർ ഏറ്റവും ഒടുവിൽ അവിടെ ജയിച്ച CPI സ്ഥാനാർത്ഥി പന്ന്യനാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അതിനു മുമ്പ് ആധികാരികമായി ജയിച്ചിട്ടത് PK വാസുദേവൻ നായർ. പന്ന്യൻ ജയിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസിലെ കരുണാകരൻ്റെ പോരിനെ തുടർന്നാണ്. കരുണാകരൻ്റെ വീട്ടിൽ ലഡു കൊടുക്കുന്നത് നമ്മൾ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ പിന്നെ ആധികാരികമായി PKV ജയിക്കുന്നത്. PKV ജയിക്കുമ്പോഴും O രാജഗോപാലൊക്കെ എമർജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സാധാരണ ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. ആ ഘട്ടത്തിൽ CPIക്ക് അതും ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള നേതാവായിട്ട് PK വാസുദേവൻ നായരെ നിർത്തി ജയിക്കാൻ CPIക്ക് കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്മാർ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ, ശശി തരൂർമാർ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ CPIക്ക് അതിനോട് കിടപിടിച്ച് നിൽക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ തിരുവനന്തപുരത്തുണ്ട്. അവരൊക്കെ അവസാന ഘട്ടം വരെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന്, ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്തുക്കളാണ്, അവരൊക്കെ അവസാന ഘട്ടം വരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാതിരിക്കുകയായിരുന്നു. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ ശശി തരൂരിന് വോട്ട് ചെയ്യും. ഇത് ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ CPM LDFന് അവിടെ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജയിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാതെ സെക്യുലർ വോട്ട് കിട്ടില്ല. ആ സെക്യുലർ വോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ ഡോക്ടർ അരുൺ പറഞ്ഞതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു. അവിടെ ശശി തരൂരിൻ്റെ വോട്ടല്ല ഈ തവണ കിട്ടിയിരിക്കുന്ന 2 വിഭാഗങ്ങളുടെ വോട്ട്. ഒന്ന് ലത്തീൻ സഭയുടെ വോട്ട്. ലത്തീൻ സഭ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഖണ്ഡിതമായി പറഞ്ഞിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് എന്ന്. കൃത്യമായ രീതിയിലുള്ള സർക്കുലറിലൂടെ അവരുടെ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ന്യൂനപക്ഷ വോട്ടുകൾ ഞാൻ നേരത്തെ ഇടതുപക്ഷ വോട്ടുകൾ, അതായത് സെക്യുലർ വോട്ടുകൾ അവസാനം ശശി തരൂരിൽ കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകളും. അവസാന നിമിഷം വരെ കാത്തിരിക്കും. പന്ന്യനാണോ മുന്നിൽ പോകുന്നത് അതോ ശശി തരൂരാണോ മുന്നിൽ പോകുന്നത്? കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ശശി തരൂരിന് ഈ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ലത്തീൻ വോട്ടുകളും അതുപോലെ തന്നെ, അതാണ് നേരത്തെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത്. നമ്മൾ നോക്കും, മണ്ഡലം നോക്കിയാൽ തന്നെ അത് വ്യക്തമാണല്ലോ. കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം, അവിടെ നിയമത്ത് 22,126 വോട്ടിൻ്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. ഇപ്പുറത്ത് പിന്നെ UDFിലേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് വെറും 4,541, പാറശാലയിൽ 12,000. രക്ഷപ്പെടുത്തിയത് നെയ്യാറ്റിൻകരയാണ്.
കോവളവും പാറശാലയും തിരുവനന്തപുരവും രണ്ടും ഈ പറയുന്ന അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു ഈ 3 സ്ഥലത്തും. ഈ 3 സ്ഥലത്ത് പറഞ്ഞില്ലേ ചെയ്ത്? അല്ല, കോവളത്ത് 16,666 വോട്ടിന്റെ ലീഡുണ്ട്. പാറശാലയിൽ 12,372. നെയ്യാറ്റിൻകരയാണ് 22,610. നെയ്യാറ്റിൻകര ഇല്ലായിരുന്നു ഒരു ഘട്ടത്തിൽ. ഞാൻ വായിച്ച ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 23,000 നിൽക്കുകയാണ് ആര്? രാജീവ് ചന്ദ്രശേഖർ. അതും ഏതാണ്ട് 3/4 ഭാഗമായ സമയത്ത് 23,000 വോട്ട്. 23,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ. അപ്പോഴാണ് ഒരു വലിയ അട്ടിമറി നടത്തിയിട്ട് ഈ 16,000 ലീഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തീരദേശ മേഖലയിലെ ലത്തീൻ പൊളിറ്റിക്കൽ വോട്ട്, മൈനോറിറ്റി പൊളിറ്റിക്കൽ വോട്ട്, ഇതാണ് ശശി തരൂരിനെ രക്ഷപ്പെടുത്തിയത്. അത് ഒരു കാരണവശാലും ശശി തരൂർ ആയതുകൊണ്ടല്ല, അത് സെക്യുലർ കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കാൻ പൊട്ടൻഷ്യലായിട്ടുള്ള കാൻഡിഡേറ്റ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ശശി തരൂർ വളരെ, ഞാൻ വ്യക്തിപരമായി ശശി തരൂരിനെ വരുന്ന ഒരു മടിയനായിട്ടുള്ള ആളെന്നുള്ളതാണ്. ഒരു മണ്ഡലത്തിന് വേണ്ടി മണ്ഡലത്തിലെ ആളുകളുമായി സംവേദിക്കാത്ത, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്ത, അവരുടെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ നോക്ക്, വിഴിഞ്ഞം സമരം വരുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷം ഉണ്ടാകാം. ആ പക്ഷത്തിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ നയപരമായ കാര്യങ്ങളിൽ നിൽക്കാം. പക്ഷെ ആ ജനത ഒരു പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിഷയം എന്താണ്, അവരെ എങ്ങനെയാണ് ആ വിഷയത്തെ അഭിമുഖീകരിക്കുന്നത് എന്ന് ചോദിച്ചറിയാനുള്ള ബാധ്യതയില്ലേ? അങ്ങനെ പോകാത്ത ശശി തരൂറിന് ഈ പറയുന്ന തീരദേശ മേഖല, ഈ ലത്തീൻ സമുദായം വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും പുരുഷനും കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ എന്തായിരിക്കും അപ്പോൾ വർക്ക് ചെയ്യാത്തത്? ഇതേ സർക്കുലർ അല്ലേ തൃശ്ശൂർ ഇറങ്ങിയത്? അല്ല, തൃശ്ശൂർ ഇന്നിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എനിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾ എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായും എനിക്ക് രാഷ്ട്രീയ വോട്ടുകൾ കിട്ടി എന്നുള്ളതാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സുരേഷ് ഗോപി ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടല്ലോ, അതിവിടെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ എയർലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. നോ എൻ്റെ കൺസേൺ അതല്ല. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 10% വോട്ടുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് LDFിൽ നിന്ന്? ആവറേജ് 10% ലോസ് ഈ ബെന്നറ്റ് എബ്രഹാം വരുന്നതിന് തൊട്ട് മുമ്പും അതിനുശേഷവുമുള്ള കാലം നോക്കിയാൽ ഉണ്ട്. ആ 10% ആനുകൂല്യം BJPക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്, കൂടുതൽ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ പോവാത്തത് ശശി തരൂർ കൊണ്ടാണ്. ഇത് ഈ ഘട്ടത്തിലേ അല്ല, തൊട്ട് മുമ്പ് ശബരിമല വിഷയം വരുമ്പോഴും ശശി തരൂരിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നു. O രാജഗോപാൽ നിൽക്കുമ്പോഴും ശശി തരൂരിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ലത്തീൻ സമുദായം അങ്ങനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂരിലും ബാധകമാകണ്ടേ? നോക്കൂ, അവിടെ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമല്ല, അതിൽ കൂടുതൽ കാലമായി പ്രവർത്തിച്ചു വരുന്നു. മാത്രമല്ല, സുരേഷ് ഗോപി വെറും ഒരു BJP എന്നുള്ള നിലയിലല്ല ആളുകൾ എടുക്കുന്നത്. മാത്രമല്ല, BJPയുടെ കോർ അജണ്ടയുമായി ഏതെങ്കിലും തരത്തിൽ താതാത്മ്യം പ്രാപിച്ചു പോകാൻ സുരേഷ് ഗോപി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ ക്രിസ്ത്യൻ വോട്ടുകളെക്കാൾ കൂടുതൽ ഈ ഹിന്ദു അപ്പർ കാസ്റ്റ് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വോട്ടുകളും ഇല്ലാതെ സുരേഷ് ഗോപിക്ക് ജയിക്കാനാകില്ല, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥാനാർത്ഥി വളരെ പിന്നിൽ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് VS സുനിൽകുമാറിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന് കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് തൃശ്ശൂർ പന്ന്യൻ രവീന്ദ്രന് VS സുനിൽകുമാറിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ.